കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സർക്കാരുകൾ വരേണ്യവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നുവെന്ന് CSTS സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ച CSTS സംസ്ഥാന നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ B.R. അംബേദ്കറുടെ 134ാം ജന്മദിനം ഏപ്രിൽ 12 മുതൽ 14 വരെ കോട്ടയത്ത് വിപുലമായി ആഘോഷിക്കുവാൻ യോഗം തീരുമാനിച്ചു. ഏപ്രിൽ 14-ന് 10,000-കണക്കിന് CSTS പ്രവർത്തകർ അണിനിരക്കുന്ന ജന്മദിന ഘോഷയാത്രയും നടത്തും. സംസ്ഥാന ട്രഷറർ പ്രവീൺ ജെയിംസ് ചെയർമാനായി 501 അംഗ സ്വാഗത സംഘ കമ്മിറ്റിക്കും യോഗം രൂപം നൽകി. കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം CSTS സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CSTSന്റെ സംഘടിത ശക്തി വിളിച്ചോതുന്ന ജന്മദിന ഘോഷയാത്ര ഡോക്ടർ B.R. അംബേദ്കറെയും ഇന്ത്യൻ ഭരണഘടനയെയും അവഹേളിച്ചവർക്കുള്ള മറുപടിയാകും. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പിന്നിടുമ്പോഴും ദളിത് വിഭാഗം സമൂഹത്തിന്റെ പിന്നിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരേണ്യവർഗത്തിന്റെ ഭാഗമായി മാറുന്നു. അത് കേരളത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ വ്യക്തമാണെന്നും കെ സുരേഷ് പറഞ്ഞു. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ജനകീയ സാന്നിധ്യമുള്ള ഇന്ന് 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടത്തുവാൻ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി CSTS കേരളത്തിന്റെ മണ്ണിൽ തലയുയർത്തിപ്പിടിച്ച് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനവും രാജ്യവും നേരിടുന്ന നിരവധിയായ വെല്ലുവിളികൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് അധസ്ഥിത ദളിത് ജനവിഭാഗങ്ങൾ, പട്ടികജാതിക്കാർ ഇന്നും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് പുറകിലാണ്, സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഭൂമിയുടെ കാര്യത്തിൽ, സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം കഴിയുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും ഒക്കെ തന്നെ ഒരു വരേണ്യവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ്. നരേന്ദ്രമോദി അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള ഗവൺമെന്റുകൾ സമണ്ണാധിപത്യം കൊടികുത്തി വാഴുന്ന വരേണ്യവർഗത്തിന്റെ രാഷ്ട്രീയവും ഭരണവും രാജ്യത്തെമ്പാടും നടക്കുകയാണ്. കേരളത്തിൽ നിന്ന് നമുക്കറിയാം, കേരളത്തിന്റെ മന്ത്രിമാരിൽ 50% ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം നമ്മൾക്കറിയാം കുറഞ്ഞിപ്പോ ഒരു മന്ത്രിയിൽ എത്തുന്നില്ല. അത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള, നമ്മുടെ തന്നെ സമുദായത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ പോലും കേരള ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതിക്കാർ ഇല്ലാത്ത മന്ത്രിസഭ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ കാലഘട്ടം. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. ട്രഷറർ പ്രവീൺ ജെയിംസ്, സെക്രട്ടറിമാരായ ലീലാമ്മ ബെന്നി, വിനു ബേബി, MC ചന്ദ്രബോസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലയിലെ വിവിധ താലൂക്ക് കമ്മിറ്റികളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു.